നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് ആദ്യം വന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. ഈ വലിയ അതൃപ്തി കോൺഗ്രസിലുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുന്നുണ്ട്. KV ബൈജുവിനൊപ്പം കാസർഗോഡ് നിന്ന്. ബൈജു, ഉണ്ണിത്താനോട് ചോദിക്കാം. തീർച്ചയായും ഉണ്ണിത്താന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായും രഞ്ജിത്തെ, ഈ വിഷയത്തിൽ ഉറച്ച നിലപാടെടുത്ത് ശബ്ദമുയർത്തിയതിൽ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ നിലപാടുകളുണ്ട് ഈ കാര്യത്തിലെല്ലാം. അതിൽ വലിയ തോതിൽ സൈബർ ആക്രമണം അദ്ദേഹത്തിന് നേരിട്ടു. അദ്ദേഹം ഏതായാലും ന്യൂസ് 8 ഇപ്പോൾ തത്സമയം തന്നെ ചേരുകയാണ്. MP തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ വിവാദങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. വീട് കിട്ടിയ പിടിവള്ളി അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണോ ഇടതുപക്ഷം ഉൾപ്പെടെ, അത് BJP ഉൾപ്പെടെ, അങ്ങനെയാണോ? എന്താണ് അങ്ങ് കരുതുന്നത്? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിൽ അവർ ഫലപ്രദമായി വിജയിച്ചിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ നിലപാട് കൊണ്ടാണ് അവരത് വിജയിക്കാൻ കാരണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല കാതലായ പ്രശ്നം. ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റിൽ, രാജ്യസഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പ്രസ്താവന നടത്തി. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ തന്നെ PM ശ്രീ, ഇതിൽ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഞങ്ങളുമായി ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്, ഒരു പവർ ബ്രോക്കറായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ MP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭയിൽ നന്ദി രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഇത്രയും നാള് CPI-ക്കാര് ആരാണ് ഇതിൽ ഒപ്പുവയ്ക്കാൻ പ്രേരിപ്പിച്ചെന്നുള്ളതിനെ കണ്ടുപിടിച്ചല്ലോ, ആളെ കിട്ടിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്നാണ് ഗുജറാത്തിലൊരു ചോദ്യം വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇനിയുള്ള തലമുറ പഠിക്കണ്ട, ഇനി 2014 ശേഷമുള്ള ചരിത്രം പഠിച്ചാൽ മതി എന്നാണ്. മാത്രമല്ല, മഹാത്മാഗാന്ധിയെ കൊന്നവരെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ PM ശ്രീ പോലൊരു പദ്ധതിയിൽ ഇവർ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇവരുടെ കള്ളത്തരങ്ങൾ വെളിവാക്കുകയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മുങ്ങിപ്പോകുന്നുണ്ടോ? അത് വലിയ തോതിൽ ഉയർന്നു വരുന്നില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ വന്നാൽ ഇന്നലെ ഏറ്റവും ഒടുവിലായി വനിതാ നേതാക്കളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. ഒരുപാട് പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാര്യങ്ങളിലെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറച്ച നിലപാടെടുത്ത ഒരു ശബ്ദമാണ് അങ്ങയുടേത്. ഇങ്ങനെ വനിതാ നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ ദിവസങ്ങൾ തെരഞ്ഞെടുപ്പിന് അടുത്തോട് നിൽക്കുമ്പോൾ പ്രതിരോധം അത് ഓരോ ദിവസവും പുതിയ രീതിയിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇയാളെ സംരക്ഷിച്ചാൽ കോൺഗ്രസിന് കനത്ത വില കൊടുക്കേണ്ടി വരും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അതിശക്തമായൊരു നിലപാടെടുത്തത്. ആ നിലപാടിന്റെ പേരിൽ ഒരു സൈബർ ആക്രമണമൊന്നും വന്നാൽ ഞാനൊന്നും പിന്തിരിയില്ല. കാരണം എനിക്കൊന്നും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് 1968 രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഞാൻ 57 വർഷം പൂർത്തിയാക്കിയ എന്നെക്കുറിച്ച് ആകെ പറയുന്നത് ഒരു സദാചാര ഗുണ്ടായുസത്തെക്കുറിച്ചാണ്, ഒരു ആൾക്കൂട്ട വിചാരണത്തെക്കുറിച്ചാണ്. ഒരു പരാതി എനിക്കെതിരില്ല. മാത്രമല്ല, ആ വിചാരണ നടന്ന ദിവസം വൈകുന്നേരം 7 മണിക്ക് ഞാൻ ചാനലുകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒളിച്ചോടിച്ചില്ല, മനസ്സിലായില്ലയോ? അപ്പൊ അത് വെച്ചിട്ട് എന്നെ അപമാനിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കട ഞാനൊന്നും പിന്നോട്ട് പോകില്ല. അല്ല, അങ്ങനെ ഒരു സൈബർ ആക്രമണം ഉണ്ടാകുമ്പോൾ അങ്ങ് പറയേണ്ടായിരുന്നു ഒരു ബോംബ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അത് പൊട്ടിക്കുന്നു. ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മുതിർന്ന നേതാവിന്റെ മകളെയൊക്കെ ഇത്തരത്തിൽ വിധേയമായി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഞാൻ അടക്കമുള്ള പാർലമെന്റ് മെമ്പർമാരെയും MLA-മാരെയും ഒക്കെ ജയിപ്പിക്കാൻ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടൊരു വിവാദം ഇത് കഴിയട്ടെ, ഇതിപ്പോഴും തീരാൻ പോകുന്നില്ല, മനസ്സിലായോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിക്കണം, 2010 ആവർത്തിക്കണം, മനസ്സിലായില്ലേ? ഈ ഗവൺമെന്റ് 9.5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. അതിനാണ് നമുക്കറിയാമല്ലോ, 9.5 വർഷക്കാലമായി കോടിക്കണക്കിന് രൂപയാണ് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. മാത്രമല്ല, ഇന്ന് രൂക്ഷമായ വിലക്കയറ്റമുണ്ട്.
അങ്ങനെ ഒരു വഴി വെച്ചത് കോൺഗ്രസ് തന്നെയല്ലേ ചർച്ചയ്ക്ക് വരാത്തത്? കാരണം ഒരു നല്ല നടപടി, ഏതായാലും തുടക്കത്തിൽ നടപടി എടുത്തു, അത് സ്വാഗതാർഹം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ശക്തമായൊരു നടപടി പൂർണ്ണമായി പുറത്താക്കുന്ന അത്തരം ഒരു നടപടി എടുക്കാത്തതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ പലർക്കും അറിയാം, ഇനിയും ഒരുപാട് പരാതി ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. ജാമ്യം സംബന്ധിച്ച ഒരു തീരുമാനം ഇതുവരായിട്ടില്ല. ഇത് കോൺഗ്രസ് തന്നെയല്ലേ വഴിവെച്ചു കൊടുക്കുന്നത്? രണ്ട് അഭിപ്രായം കോൺഗ്രസിൽ, അത് ഗുണം ചെയ്യുമോ? ഒരിക്കലും ഗുണം ചെയ്യില്ല. അത് ചെയ്യില്ലെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് അയാൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്നോ ഇല്ലയോ, ഇതിനകത്ത് അയാളെ ശിക്ഷിക്കുന്നോ ഇല്ലയോ, ഇറ്റ് ഈസ് ഇറലവന്റ്. അതല്ലല്ലോ, ഇതിന് ചില ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിനയക്ക് ഇന്ന് ജാമ്യം കിട്ടുന്നോ, അതൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. അയാൾക്ക് ജാമ്യം കിട്ടാം, കിട്ടാതിരിക്കാം, അയാളെ ശിക്ഷിക്കാം, വെറുതെ വിടാം. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. നിയമത്തെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അറ്റ് ദ മൊമെന്റ് ഇറ്റ് സെൽഫ് അത് DGPക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പൊ ഇനിയിപ്പം കേരള ഗവൺമെന്റ് ആണ് നിയമപരമായ നടപടിയെടുക്കേണ്ടത്. മനസ്സിലായില്ലയോ? ആ പരാതിക്കാരുടെ മൊഴിയെടുക്കണം, FIR ഇടണം, കേസെടുക്കണം. കേരള ഗവൺമെന്റ് ചെയ്യട്ടെ. അപ്പം ഞങ്ങൾ അയാളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ KPCC പ്രസിഡന്റ് ഈ പരാതി DGPക്ക് കൊടുക്കേണ്ട കാര്യമില്ലോ, മറച്ചു വയ്ക്കാമല്ലോ. ഞങ്ങൾ ചെയ്തില്ലല്ലോ. പക്ഷേ സമാനതകളില്ലാത്ത നടപടികളാണ് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇനിയും കൂടുതൽ നടപടികളിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വരും. അതല്ല, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിൽ MPക്കെതിരെയും വലിയ ആരോപണം ആണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കൂടുതൽ പ്രതിരോധത്തിലായി ഷാഫിയുടെ ഭാഗത്തു നിന്നും, ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ ഇതിനൊരു അനുകൂല നിലപാടെടുത്തെന്ന് തോന്നുന്നുണ്ടോ? ബൈജു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അനാവശ്യമായി ആളുകളെ വിവാദത്തിലേക്ക് വലിച്ചഴക്കേണ്ട. മനസ്സിലായോ? ആരോപണം ആർക്കെതിരെ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. ആരോപണങ്ങൾ ഇങ്ങനെ ഏറിൽ ഉയർത്തിയിട്ട് കാര്യമില്ലല്ലോ. ആരോപണം ഉന്നയിക്കുന്നവൻ ആരാണോ അവന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ഹാജരാക്കട്ടെ. അതല്ലേ മര്യാദ. അല്ലാതെ ഇങ്ങനെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരോപണം അല്ല വേണ്ടുന്നത്. ആരോപണത്തിന് അടിസ്ഥാനം വേണം, തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അല്ല, തെളിവില്ലാതെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കും. അത് ആർക്കെതിരെ ഉന്നയിക്കാം? മഹാത്മാഗാന്ധിക്കെതിരെ ഉന്നയിച്ചൂടെ? പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആരോപണം ഉന്നയിക്കലല്ല ആവശ്യമായ അടിസ്ഥാനം വേണം. അനാവശ്യമായി ഈ വിവാദത്തിലേക്ക് ആളുകളെ വലിച്ചഴിച്ച് ഒരു കൂടുതൽ ഇതിലേക്ക് പോകണ്ട. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ദോഷകരമാകും. അത്ര ആരോപണങ്ങൾ ഉണ്ടാകരുതെന്നാണ് എനിക്ക് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചതും ഒക്കെ എന്തിനാ വിളിച്ചത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ്. ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. അതിന്റെ കണക്റ്റഡാണ്. കാരണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇന്നലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവിടെ വന്നു. നിങ്ങൾക്ക് ഒറ്റ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൂ ഈ വിഷയം. ഞാൻ പറയട്ടെ, എത്രയോ വിഷയങ്ങൾ കേരളത്തിലുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾക്കും ഒരു അജണ്ടയുണ്ട്. കോൺഗ്രസിനെ അപമാനിക്കുക, അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹായിക്കുക. അപ്പൊ നിങ്ങളുടെ അജണ്ടയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, ബൈജു ഇന്ന് രാവിലെ എന്നെ എന്തിനാ വിളിച്ചത്? ഈ വിവാദവുമായിട്ട് പോയാൽ മതിയോ? അതിലേക്ക് തന്നെയാണ് ഞാൻ പറയട്ടെ, സംസ്ഥാന ഗവൺമെന്റ് കൊള്ളരുതായ്മകൾ തുറന്ന് കാണിക്കണ്ടേ? അതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്, അതിനാണ് നിങ്ങൾ എന്റെ അടുത്ത് വന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ബൈജു നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വീണ്ടും അതിലേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കും ഒരു അജണ്ടയുണ്ട്. പ്രതിരോധം ഈ നാമാവശേഷമായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് നിങ്ങളും എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. അത് വേണ്ട. അല്ല, ഇത് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പറയരുത്. തെരഞ്ഞെടുപ്പ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. വീണ്ടും ഈ ഷാനാസ് ഇവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് ഈ പ്രതിരോധം, അത് വീട് കിട്ടിയ ആയുധം, അത് CPM ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഞാൻ കൃത്യമായി ചോദിച്ചത്. കാരണം ഒരുപാട് ശബരിമല സ്വർണ്ണക്കുള്ള ഒരുപാട് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. അതിനും അപ്പുറം ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഉയർന്നു വരാതെ നമുക്ക് പോലും ഇപ്പൊ പോലും ഈ വിഷയം തന്നെ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ശരിയാണ്. അല്ല ബൈജു, 1917 റഷ്യൻ വിപ്ലവം നടക്കുന്ന കാലത്ത് 55,000 പള്ളികളാണ് കൊള്ളയടിക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റുകാർ അവിടുത്തെ ഈ വെള്ളിക്കുരിശുകൾ, വെള്ളിപ്പാത്രങ്ങൾ, അവിടുന്ന് 55,000 പള്ളികൾ കൊള്ളയടിച്ചു റഷ്യൻ വിപ്ലവ കാലത്ത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വിപ്ലവം നയിക്കാൻ പണം വേണം, പണമില്ലാത്തതുകൊണ്ടാണ് ഈ പള്ളികൾ കൊള്ളയടിച്ചത്.
ഇപ്പം എന്തിനു വേണ്ടിയാണ് ഈ അമ്പലം കൊള്ളയടിച്ചത്? അമ്പലം എന്തിനു വേണ്ടിയാണ് കൊള്ളയടിച്ചത്? 2 പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ, അതിൽ ഒരാൾ MLA, ഒരാൾ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ഒരാൾ 2 പ്രാവശ്യം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ്. ഇവർ ജയിലിൽ കിടന്നിട്ട് നിങ്ങൾക്ക് അത് ചർച്ച ചെയ്യണ്ടേ? അതാരാണ് വഴിവെക്കുന്നത്? ഇപ്പൊ ശശി തരൂറിന്റെ വിഷയം ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ ഉയർന്നു വരികയാണ്. ശശി തരൂർ BJP-യിലേക്ക് പോയി എന്നൊക്കെ തരത്തിൽ വാർത്തകൾ വരുന്നു. ഇതെല്ലാം കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കണക്റ്റഡ് ചോദ്യം ചോദിച്ചത്. തീർച്ചയായും അങ്ങേക്ക് പറയാനുള്ള ഈ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ, തെറ്റായ നയങ്ങൾ, അത് UDF-ന് ഏത് തരത്തിൽ ഗുണം ചെയ്യും. പക്ഷെ ഈ പ്രതിരോധം, അതാണ് ആ കണക്റ്റഡ് ചോദ്യം. ശശി തരൂര് പോന്നു പുലി വരുന്നേന്ന് പറഞ്ഞല്ലാതെ പുലി വന്നില്ലല്ലോ. നിങ്ങളെല്ലാം എത്രയോ കാലമായി പറയുന്നു ശശി തരൂർ പോവും. പോയില്ല. പിന്നെ അയാള് ഓരോ സമയത്തും പറഞ്ഞിട്ടുള്ള കാര്യത്തിനൊക്കെ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് വെച്ച് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല വിഷയം, ഈ 2 ഉന്നതരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ, അതും ശബരിമലയിലെ അയ്യപ്പന്റെ വാതിൽപ്പടിയും കട്ടിലപ്പടിയും ദ്വാരപാലക ശില്പവും, സ്വർണം, എത്ര കിലോ സ്വർണം കൊണ്ടുപോയത്, അതിനെക്കുറിച്ച് ഒന്നും ചർച്ചയില്ല. അപ്പൊ എന്താ പറയുന്നത്? PMC ഒപ്പിട്ടപ്പോ പറഞ്ഞു, ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു, ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല, ഇതൊരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അല്ല, ഇവിടെ സാമ്രാജ്യത്വമുണ്ട്, മുതലാളിത്തമുണ്ട്, ബഹുരാഷ്ട്ര കുത്തകയുണ്ട്. അവരുടെ നടുവിൽ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ലെന്നാ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞേ. ഇപ്പൊ എന്താ പറഞ്ഞേ? 2 പേര് അകത്ത് കിടക്കുക, ജയിലിൽ കിടക്കുമ്പോൾ എന്താ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞേ? ആരോപണ വിധേയരാണ്. ഇവിടെ ഇപ്പോ ആരോപണ വിധേയരല്ലേ ഇത്? 2 പേർക്ക് FIR ഇട്ട്, പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത്, 2 പേർക്കും ബൈജു ആണ് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം ചേർന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് വളരെ പെട്ടെന്ന് ഷഹനാസ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഷഹനാസിലേക്ക് കൂടി വരണം, ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൂടി വരികയും വേണം.